പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുടെ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ജീവിതത്തിൽ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുടെ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തെ എത്രത്തോളം അനുഗ്രഹിക്കുകയും കരുണ വർഷിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുടെ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഈ ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, അവൻ കൂടെയുണ്ട് എന്നുള്ള കാര്യമാണ്. വിശുദ്ധ കുർബാനയ്ക്ക് അണയുമ്പോഴും ദിവ്യകാരുണ്യ ആരാധനയ്ക്കായിട്ട് നമ്മൾ അവൻ്റെ സന്നിധിയിലേക്ക് എത്തുമ്പോഴും അന്നും ഇന്നും ഓരോ നിമിഷവും നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്നാണ്. ഓരോ വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ പങ്കുകൊള്ളുമ്പോഴും നമുക്കറിയാം, ഒരു തൂവുള്ള ഓസ്തിയിൽ ഇന്നും നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് അവിടുന്ന് ആവർത്തിക്കുന്നുണ്ടെങ്കിലും എത്രത്തോളം നമ്മൾ ഓരോരുത്തരെയും സ്നേഹത്തോടെ അവിടുന്ന് ചേർത്ത് പിടിക്കുന്നുണ്ട്. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ വളരെ ഭംഗിയായിട്ട് ജെറമ്യാ പ്രവാചകനോട് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട. കാരണം നമ്മുടെ ജീവിതം പലപ്പോഴും പരിശോധിക്കുമ്പോൾ, നമ്മൾ ഓരോരുത്തരും അവിടുത്തെ അനുഗമിക്കുമ്പോൾ, നമ്മൾ ഓരോരുത്തരും അവിടുത്തെ പാതയിലായിരിക്കുമ്പോൾ പലപ്പോഴും ജീവിതത്തിൻ്റേതായിട്ടുള്ള പല താഴ്ചകളും ഉയർച്ചകളും നമ്മൾ പെട്ടുപോകുമ്പോൾ നമ്മുടെ മനസ്സും ആടി ഉലയാറുണ്ട്. അല്ലെങ്കിൽ ജീവിതത്തിൽ പലപ്പോഴായിട്ട് ഭയഭക്തിയോടുകൂടി അല്ലെങ്കിൽ ഭയപ്പാടോടുകൂടി പല അവസരങ്ങളും പല നിമിഷങ്ങളും നമുക്ക് പങ്കുകൊള്ളാനും അല്ലെങ്കിൽ നേരിടാനും പറ്റാതെ പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സും കുലുങ്ങിപ്പോകാറുണ്ട്. ജെറമ്യാ പ്രവാചകൻ തൻ്റെ ജീവിതത്തിൽ ഒരു ദൗത്യമേൽപ്പിക്കുമ്പോൾ, ഒരു പ്രേക്ഷിത ദൗത്യമേൽപ്പിക്കുമ്പോൾ തമ്പുരാനോട് പരാതി പറയുകയാണ്, ഞാനിതെങ്ങനെ ഉൾക്കൊള്ളും, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇതെങ്ങനെ ചെയ്യാൻ സാധിക്കും. ആ ഒരു നിമിഷം വളരെ ഭംഗിയായിട്ട് തമ്പുരാൻ കൊടുക്കുന്നൊരു ഉറപ്പാണ്, ഒരു വാഗ്ദാനമാണ്, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്നുള്ള കാര്യം. സ്നേഹമുള്ളവരെ, ഈ ഒരു തിരുവചനം നമ്മൾ ഓരോരുത്തരും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ തമ്പുരാൻ നമ്മളോട് കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യമല്ലേ, മക്കളെ ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്നുള്ള വാഗ്ദാനം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കളായിക്കോട്ടെ, നമ്മുടെ സഹോദരങ്ങളായിക്കോട്ടെ, നമ്മളറിയാവുന്ന ഓരോ വ്യക്തികളോടും ഇതുപോലെ നമ്മൾ ഈ ഒരു വചനം ആവർത്തിക്കുമ്പോൾ അവരോട് നമ്മൾ കാരുണ്യമല്ല കാണിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നമ്മൾ അവരെ ചേർത്ത് പിടിക്കുമ്പോഴും തമ്പുരാൻ ആ ഒരു ജെറമ്യാ പ്രവാചകന് കൊടുത്ത അതേ വാഗ്ദാനം നമ്മളും ആവർത്തിക്കുമ്പോൾ നമ്മളും ഈ ഒരു വാഗ്ദാനത്തിനപ്പുറത്തോട്ട് കാരുണ്യത്തോടു കൂടിയാണ് ഓരോ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ കരുണയുടെ മണിക്കൂർ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ ഭൂമിയിലുള്ള ഓരോ വ്യക്തികളുടെ ജീവിതത്തിലേക്കും കരുണ വർഷിക്കപ്പെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ തിരിച്ചറിയണം, തമ്പുരാൻ എത്രത്തോളം നമ്മൾ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ടെന്ന്, എത്രത്തോളം ദൈവത്തെ അവിടുന്ന് ഏറ്റവും ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു എന്നുള്ള കാര്യം. കാരണം ആ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ പ്രായത്തിൻ്റെ അധികത മൂതോ അല്ലെങ്കിൽ ജീവിതത്തിൽ പലപ്പോഴും ഒരു പരിചയ സമ്പത്തില്ലാതെ വരുമ്പോൾ എങ്ങനെ താൻ ഈ ജീവിതത്തിൽ വിജയിച്ചു വീടും എന്നുള്ളൊരു സംശയത്തോടു കൂടി അല്ലെങ്കിൽ ആകുലതയോടു കൂടി ചുറ്റും നോക്കി കാണുന്നൊരു പ്രായമായിരുന്നു ജെറമ്യാ പ്രവാചകൻ്റേത്. പക്ഷേ അവിടെയാണ് ജെറമ്യാ പ്രവാചകനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് തമ്പുരാൻ ആവർത്തിക്കുന്നത്, ഞാൻ നിൻ്റെ കൂടെയില്ലേ, നീ എന്തിനാ ഭയപ്പെടേണ്ടത്. സ്നേഹമുള്ളവരെ, ജീവിതത്തിലും ഇതുപോലുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ പലപ്പോഴും ഒരു പരിചയ സമ്പത്തോ അനുഭവമില്ലാതെ പലപ്പോഴും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ നമ്മളെ നേരിടേണ്ടി വരുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നമ്മളും വഴിമുട്ടി പോകാറില്ലേ? അല്ലെങ്കിൽ ഈ പ്രവാചകനെ പോലെ നമ്മളും പലപ്പോഴും ജീവിതത്തിൽ ആവർത്തിക്കുന്നുണ്ട്, കർത്താവേ ഭയത്തോടു കൂടിയാണ് ഞാൻ നോക്കിക്കാണുന്നത്, ഒരു സമയം അല്ലെങ്കിൽ ഒരു സാഹചര്യം ഞാൻ വിജയിക്കുമോ എന്ന് പോലും ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാനയിലൂടെ തിരുവോസ്തിയുടെ രൂപത്തിൽ ഓരോ ദിവസവും തമ്പുരാൻ നമ്മളോട് ആവർത്തിക്കുന്നുണ്ട്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ജെറമ്യാ പ്രവാചകൻ മാത്രമല്ല, പലപ്പോഴും ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന ആ സ്നേഹത്തിനോട് ചേർന്ന് നിന്ന ഓരോ വ്യക്തികളോടും തമ്പുരാൻ ആവർത്തിക്കുന്നുണ്ട്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ എന്തിനാ ഭയപ്പെടുന്നത്.
ഒരു വാഗ്ദാനത്തിനപ്പുറത്തോട്ട് നമ്മുടെ ഓരോരുത്തരും ഹൃദയങ്ങളെ ചേർത്ത് പിടിക്കാൻ തമ്പുരാൻ അത്രത്തോളം ഭംഗിയായിട്ട് പറയുന്ന ഒരു വാക്യം മാത്രമല്ല, പലപ്പോഴും ആ ഒരു ആശ്രയത്വ ബോധത്തോടുകൂടി തമ്പുരാൻ ആ ഒരു നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാക്കി തരുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ ഇരുളിക്ക് ചുറ്റും നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഒരു കരുണയുടെ മണിക്കൂറിൽ പങ്കുകൊള്ളുമ്പോൾ ഓർക്കുക, ഞാൻ നിന്നെ കൂടെയുണ്ടെന്ന്. തമ്പുരാൻ നമ്മളോട് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കാരുണ്യം തേടി ആഗ്രഹിച്ചു വരുന്ന ഓരോ വ്യക്തികളെയും ചേർത്ത് പിടിക്കാനും അവിടുത്തെ സ്നേഹം നമ്മുടെ ജീവിതം കൊണ്ട് പകുത്തു കൊടുക്കാനും നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രേക്ഷിത ദൗത്യം എന്ന് പറയുന്നത് തന്നെയാണ് കരുണയുടെ വാഹകരായിട്ട് മാറുക, കാരുണ്യത്തിൻ്റെ മുഖമുദ്രകളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുക. കാരണം അവൻ നമ്മളോട് ചെയ്യുന്നതെല്ലാം ചെയ്യുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കൂടി നമ്മൾ കടപ്പെട്ടവരാണ്. ഇന്ന് ഈ സന്നിധിയിലായിരിക്കുമ്പോൾ ആഗോള കത്തോലിക്ക സഭ വിശുദ്ധ സ്നാപയോഹന്നാൻ്റെ തിരുനാളും ഒപ്പം ഭാരതസഭയുടെ വിശുദ്ധയായ വിശുദ്ധ യോപ്രാസിയുടെ തിരുനാളും ആഘോഷിക്കുന്ന ദിവസമാണ്. രണ്ട് വിശുദ്ധരും വ്യത്യസ്തരാണ്. പക്ഷേ അവരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിൽ നിന്ന് ഒരിക്കൽ പോലും അവർ മാറിപ്പോകുന്നില്ല. അല്ലെങ്കിൽ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികൾക്കും ക്രിസ്തുവിൻ്റെ ഒരു അനുഭവം അവർ ഓരോരുത്തരും പകർന്നു കൊടുക്കുന്നുണ്ട്. ഞാൻ നിൻ്റെ കൂടെയുണ്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ആ ഒരു കാരുണ്യത്തിൽ ഞാൻ ഓരോ നിമിഷവും മുന്നോട്ട് പോകുമ്പോൾ അതേ ആശ്രയത്തോടു കൂടി കടന്നു വരുന്ന ഓരോ വ്യക്തികളെയും ചേർത്ത് പിടിക്കുന്നുണ്ട്. കാരണം ഭൂമിയിലായിരിക്കുന്ന സമയത്ത് തന്നെ അവർ പലവരും വിശുദ്ധരായിട്ട് മറ്റുള്ളവർ ശ്രദ്ധിച്ചവരാണ്, അല്ലെങ്കിൽ അവർ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തവരാണ്. വിശുദ്ധ സ്നാപയോഹന്നാനെ പരിശോധിക്കുമ്പോൾ ആ ഒരു ജീവിതം കൊണ്ട് പലപ്പോഴും മറ്റുള്ളവർക്ക് വെല്ലുവിളികൾ ഉതിർത്തിയിട്ടുണ്ടെങ്കിലും ക്രിസ്തുവിലേക്ക് ഓരോ മനുഷ്യരെയും ചേർത്ത് പിടിക്കാൻ സ്നാപയോഹന്നാൻ തൻ്റെ ജീവിതം കൊണ്ട് ശ്രമിച്ചിട്ടുണ്ട്. ഒപ്പം വിശുദ്ധ യോപ്രാസ്യമാണെങ്കിൽ ജീവിക്കുന്ന സക്രാരി എന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ നിമിഷവും പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയായിരുന്നു. ഓരോ നിമിഷവും ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ മുറുകുകയും തൻ്റെ കൂടെ കടന്നു വരുന്ന ഓരോ വ്യക്തികൾക്കും നമ്മളീ പറഞ്ഞ അതേ വാഗ്ദാനം, അതേ കാരുണ്യത്തിൻ്റെ മുഖഭാവത്തോടു കൂടി ഓരോ മനുഷ്യനും ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇന്ന് ഈ തിരുവരുളിക്കയുടെ മുമ്പിൽ ലോകത്തിലുള്ള ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് അവിടുത്തെ കരുണ വർഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹമുള്ളവരെ, നമ്മളെ തന്നെ തമ്പുരാനെ വിട്ടുകൊടുക്കാം. തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു വാഗ്ദാനത്തിന് ഒരു കുറവും കൂടാതെ പാലിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വാഗ്ദാനം ഒരു അണിക പോലും തമ്പുരാൻ മാറ്റി നിർത്താതെ ഇപ്പോഴും അതേ ആവർത്തി തമ്പുരാൻ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മളും അതേ കാരുണ്യത്തോടു കൂടി മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ കടപ്പെട്ടവരല്ലേ. പലപ്പോഴും ഒരു നിസ്സഹായ അവസ്ഥയിൽ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ പലപ്പോഴും ഓരോരുത്തരും മാറിപ്പോകുമ്പോൾ നമ്മളും മറ്റുള്ളവരോട് പറയാൻ കടപ്പെട്ടവരാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അത് വ്യക്തിപരമായിട്ടുള്ളൊരു സാന്നിധ്യം മാത്രമല്ല, അതിനപ്പുറത്തോട്ട് പ്രാർത്ഥിക്കാമെന്നും തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് അവരെ ചേർത്ത് പിടിക്കാമെന്നുള്ള ഉറപ്പാണ് നമ്മൾ ഓരോരുത്തരും കൊടുക്കേണ്ടത്. കാരണം വിശുദ്ധ യോപ്രാസ്യമേനെ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളോടും പറയുന്നത്, മരിച്ചാലും ഞാൻ നിന്നെ മറക്കില്ല. കാരണം പ്രാർത്ഥനയോടുകൂടി ഓരോ നിമിഷവും നിന്നെ ചേർത്ത് പിടിച്ചോളാം എന്നുള്ളൊരു ഉറപ്പ് പലപ്പോഴായിട്ട് ആ വിശുദ്ധ ആ അമ്മ പലപ്പോഴായിട്ട് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികൾക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ ആരെയൊക്കെ നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്നുണ്ട്. അത് ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ച, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് ചൂട് അനുഭവിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ ആരെയൊക്കെ നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്നുണ്ട്. ഇന്ന് ഈ ആൾക്കാർക്ക് ചുറ്റും അതേ സ്നേഹം നമ്മൾ സ്വീകരിക്കുമ്പോൾ, അതേ സ്നേഹം നമ്മുടെ ജീവിതത്തെ കോരിത്തെരിപ്പിക്കുമ്പോൾ, അതേ സ്നേഹം നമ്മളെ ചൂട് പിടിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ആ സ്നേഹം ഒരിക്കലും നമ്മളെ വിട്ടുപോവുകയില്ല. ഈശോ നമ്മൾ ഓരോരുത്തരും തേടി വരുന്നുണ്ട്. ആ സ്നേഹം നമ്മൾ ഓരോ നിമിഷവും തേടുന്ന വരുന്നുണ്ട്. വിശുദ്ധ കുർബാനയിലൂടെയും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ നിമിഷവും തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. തിരിച്ചറിയേണ്ട ഒരു കാര്യം, എത്രത്തോളം അവിടുന്ന് നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കുന്നുണ്ട്, എത്രത്തോളം നമ്മൾ ഓരോരുത്തരും അവിടുന്ന് വാഗ്ദാനങ്ങളിൽ പൂർത്തീകരിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈ ലോകത്തിലുള്ള ഓരോ വ്യക്തികളുടെ ജീവിതത്തിലേക്കും അവരുടെ നിയോഗങ്ങളിലേക്കും പ്രാർത്ഥനകളിലേക്കും അവിടുത്തെ കരുണ വർഷിക്കപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളെയാണ്. ആ കാരുണ്യം അനുഭവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സന്നദ്ധരാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ ഓരോ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഇരുവൾത്താരയിലേക്കും അവിടുത്തെ അനന്തമായ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹമുള്ളവരെ, ഇതേ വാഗ്ദാനം നമ്മുടെ ജീവിതത്തിലൂടെയും പൂർത്തീകരിക്കപ്പെടണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുന്നത് പോലെ അതേ ആവർത്തി പലപ്പോഴും നമ്മൾ
ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികൾക്കും ഒരുപക്ഷെ ഒറ്റപ്പെടലായിരിക്കാം, പലപ്പോഴും എന്ത് ചെയ്യണമെന്ന ബോധ്യത്തോടുകൂടെ അല്ലാതിരിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നാളെ എന്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുമെന്നുള്ള പേടിയോടുകൂടി ആയിരിക്കുന്ന ഓരോ വ്യക്തികളാകാം. അവരോരോ ജീവിതത്തിലേക്കും കരുണ വർഷിക്കപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കാരണം എത്രത്തോളം വ്യക്തികളാണ് അവരുടെ ജീവിതത്തിലെ അവരുടെ ജീവിതയാമങ്ങളിലെ വേദനകളിലും സങ്കടങ്ങളിൽ കൂടി പോകുന്നത്. ആ തിരിച്ചറിവോടുകൂടി ഭൂമിയിലുള്ള ഓരോ വ്യക്തികളും ജീവിതത്തിലേക്കും അവരുടെ നിയോഗങ്ങളിലും പ്രാർത്ഥനകളിലേക്കും തമ്പുരാൻ അനന്തമായ കരുണ വർഷിക്കപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ഈ തിരുമണിക്കൂറിൽ അർപ്പിക്കപ്പെടുന്ന എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കരുണ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളും അർത്ഥനകളും ഹൃദയവിചാരങ്ങളും ഹൃദയാഭിലാഷങ്ങളും പലപ്പോഴും ദൈവസന്നിധിയിൽ ചേർത്ത് വയ്ക്കുമ്പോഴും നമ്മളും അതേ മനോഭാവത്തോടുകൂടി, ശിഷ്യന്മാരുടെ അതേ മനോഭാവത്തോടുകൂടി പ്രാർത്ഥിക്കുന്നവരാണ്. ദൈവമേ, പാപിയായ എന്നോട് കരുണ തോന്നണമേ, എൻ്റെ ജീവിതവും ഏറ്റെടുക്കണമേ, എൻ്റെ പ്രാർത്ഥനകളും നിയോഗങ്ങളും കേൾക്കണമേ. സ്നേഹമുള്ളവരെ, ഈ തിരുമണിക്കൂറിൽ കർത്താവിൻ്റെ കരുണ ആഗ്രഹിക്കുന്ന ഓരോ ജീവിതത്തിലേക്കും, ഓരോ വ്യക്തിബന്ധങ്ങളിലേക്കും, ഓരോ വ്യക്തികളിലേക്കും അവിടുത്തെ അനന്തമായ കരുണ വർഷിക്കപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. താഴ്ന്നവരെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ, ആരാധന ആരാധന. പരിശുദ്ധ പരമമോ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമോ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമോ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന.